ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണവസ്തു. എല്ലാ ഗോപികോപന്മാർക്കും സാദര പ്രണാമം. ഇന്ന് വന്നിരിക്കുന്നതേ ഒരുപാട് പേരൊക്കെ ചോദിക്കുകയുണ്ടായിരുന്നു, നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ. അതിന് അവർ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ഭഗവാൻ ആ കാര്യം സാക്ഷാത്കരിച്ചു കൊടുത്തു. അങ്ങനെ ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും അധിക ആളുകളൊക്കെ വാടകയ്ക്കൊക്കെ നിന്ന് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു വീടുണ്ടായാൽ മതി, ഒരു റൂമെങ്കിലും നമുക്ക് വാടക കൊടുക്കാതെ കഴിയാൻ സാധിച്ചാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്തായാലും കാര്യം സാധിപ്പിച്ചു തരും ഭഗവാൻ. 100% ഉറപ്പാണ് കേട്ടോ. ഒരു ചിലർക്കാണെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാവും, എന്നാലോ അതിൽ വീട് വെക്കാൻ 1 രൂപ പോലും ഉണ്ടാവില്ല. എന്നാൽ ചിലർക്കാകട്ടെ സ്ഥലം പോലും ഇല്ല. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ആ കാര്യം സാധിക്കില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കേണ്ട. നമ്മൾക്ക് ഒരുപാട് വലിയ വീടൊന്നും വേണ്ടല്ലോ, സമാധാനത്തിൽ ജീവിക്കാൻ ചെറിയൊരു വീട് മതി. അങ്ങനെ ആ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു തരും നമ്മൾക്ക് ഭഗവാൻ. എന്തായാലും ഇനി ഗുരുവായൂരൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, എന്തായാലും അതിനായിട്ട് ഭഗവാന്റെ അടുത്തൊന്ന് പോയിട്ട് ഭഗവാനെ സുഖല്ലേ എന്ന കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് ഭഗവാനോട് നമ്മുടെ ഈ കാര്യം ഒന്ന് പറയാം. അതായത് ഒരു വീട് വാടകയൊക്കെ കൊടുത്ത് മതിയായിട്ടാണ് എനിക്കൊരു വീട് എന്തായാലും ഒന്ന് സാധിപ്പിച്ച് തരണം. ഇനി എനിക്ക് വീടില്ലാതെ ഒരിക്കലും പറ്റൂല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ പാൽപ്പായസമൊക്കെ കഴിപ്പിക്കാം. പിന്നെ നമ്മുടെ ചെയ്യേണ്ടത്, അവിടെ ആരൂപം ഒക്കെ എടുത്ത് ചാത്തുന്ന സ്ഥലത്ത് വീടിൻ്റെ രൂപം ഉണ്ടാവും. ആ വീടിൻ്റെ രൂപം അവിടെ എടുത്തിട്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്ന പോലെ നന്നായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം അവിടെ സമർപ്പിച്ചിട്ട്, അവിടെ തന്നെയാണ് സമർപ്പിക്കുക. അവിടെ സമർപ്പിച്ചിട്ട് എന്തെങ്കിലും ഭണ്ഡാരത്തിൽ ഇങ്ങനെ ഇടണം. അതായത് എത്ര പൈസ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ 10 രൂപയുള്ളെങ്കിൽ അതാണ് അവിടെ ഇടേണ്ടത്. ആ ഭണ്ഡാരത്തിൽ എത്ര വേണമെങ്കിലും ഇടാം. പിന്നെ എന്നിട്ട് പ്രാർത്ഥിക്കണം. ഈ വീടിൻ്റെ പണിയൊക്കെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഭഗവാൻ മുന്നിൽ നിന്ന് എല്ലാം നടത്തി തരണം, അതിനൊരു വഴി കാട്ടി തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയാം. ഒരു വെള്ളിയുടെ വീടിൻ്റെ രൂപമല്ലേ, അതിനത്ര പൈസയൊന്നും ഉണ്ടാവില്ല, 500 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു രൂപം വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്ന് സമർപ്പിച്ചോളാം എന്ന് നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണം. വെറുതെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, ദിവസവും അത് നമ്മൾക്ക് എപ്പോഴാണ് സമയം കിട്ടുക. രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകുന്നേരമാണെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ട് കണ്ണനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുമ്പം നമ്മൾ പറയുക, ആ വീടിൻ്റെ കാര്യം കൂടെ ഒന്ന് പറയണം. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ആ വീടിൻ്റെ രൂപം ഗുരുവായൂർ എല്ലാ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട്, എല്ലാതും കഴിഞ്ഞാന്ന് പറഞ്ഞിട്ട് ഒരുപാട് വലിയ വീടൊന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് വാടകയൊന്നും കൊടുക്കാണ്ട് താമസിക്കാൻ പറ്റിയ ചെറിയൊരു വീട്, സമാധാനമായിട്ട് അങ്ങനത്തെ ഒരു വീടിന് നമുക്ക് ഭഗവാൻ നൽകും. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ വീടിൻ്റെ രൂപം സമർപ്പിക്കാം. അങ്ങനെ ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ദിവസവും നമ്മുടെ ഭഗവാനെ മറക്കരുത്. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാവരുത് ഭഗവാന്റെ അടുത്ത് പോവൽ. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ എന്നും അന്വേഷിക്കണം. ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ, എല്ലാം തരും. നിറയെ നമുക്ക് സമ്പത്തിന് വേണ്ടി മാത്രമാവരുത് ഭഗവാന്റെ പാദങ്ങൾ
പൂജിക്കേണ്ടത്. എന്തായാലും ആ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കും. ആരും വിഷമിക്കേണ്ട. ഇത് വലിയ പൈസയുടെ ചിലവുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ അവിടെ പോകുമ്പോൾ എന്തായാലും ആ വീടിൻ്റെ രൂപമൊക്കെ ചാർത്തിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഇതൊരുപാട് സ്ഥലവും പൈസയൊക്കെ ഇല്ല ആളുകൾക്ക് വേണ്ടിയുള്ള വഴിപാടല്ല കേട്ടോ. ഇത് അവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ. സാധാരണക്കാർക്ക് വീടെന്ന സ്വപ്നത്തിന് ഇപ്പോൾ ലൈഫ് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് സാധിക്കില്ല ചില സമയത്ത്. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് ഭഗവാൻ തന്നെ മുന്നിൽ നിന്ന് എല്ലാം റെഡിയാക്കി തരും. 100% ഉറപ്പാണ്. ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും കാര്യം നടക്കും. ഇനി അതുപോലെ ഉള്ളൊരു വഴിപാടാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ. അതായത് നാളുകളുടെ ദോഷം കൊണ്ടൊക്കെ ചിലർക്ക് മാറി താമസിക്കേണ്ടി വരിക, പിരിഞ്ഞ് താമസിക്കേണ്ടിയൊക്കെ വരും. പിന്നെ അതുപോലെ വിവാഹം നടക്കാണ്ടിരിക്കുക, നാളിൻ്റെ ദോഷം കൊണ്ട് അങ്ങനെ ഓരോന്നും നടക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കും ചിലർ. അതായത് നാളിൻ്റെ ദോഷമൊക്കെ ഉണ്ടോ. അപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഐക്യമത്യ സൂക്തം വളരെ ഫലപ്രാപ്തിയുള്ളൊരു വഴിപാടാണ് ഐക്യമത്യ സൂക്തം. ആ സൂക്തം നമുക്ക് ചൊല്ലാവുന്നതാണ്. പിന്നീട് നമ്മുടെ ഈ ബന്ധങ്ങളൊക്കെ തകരാതിരിക്കുക നമ്മൾ ചെയ്യേണ്ടത്, അവിടെ രാധയുടെ കണ്ണൻ്റെയൊക്കെ രൂപങ്ങളുണ്ടാവും. അതെടുത്ത് ചാർത്തിയാൽ അതെടുത്തിട്ട് നന്നായിട്ട് എപ്പോഴും പോകുമ്പോൾ നമ്മൾ ഗുരുവായൂർ ചെല്ലുമ്പോൾ നമുക്ക് അതെടുത്ത് ചാർത്തിയിട്ട് നമ്മുടെ ദാമ്പത്യത്തിലൊരു കുഴപ്പമില്ലാണ്ട് ആയുസ്സും ആരോഗ്യം നൽകാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അതെടുത്ത് ചാർത്തണം. ഏറ്റവും ഉത്തമമാണ്. ഭഗവാന്റെ അടുത്ത് പോയിട്ട് എന്ത് കാര്യമാണെങ്കിലും അങ്ങോട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. നല്ല കാര്യങ്ങളെല്ലാം ഭഗവാൻ സാധിപ്പിച്ച് തരും, ഉറപ്പാണ്. അതേപോലെ ഒരുപാട് വഴിപാടുകളുണ്ട്. നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന എല്ലാ വഴിപാടും ഭഗവാൻ അവിടെ വല്ലാത്ത വഴിപാടാണ്. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ലല്ലോ കണ്ണ തരാൻ, ഞാൻ എങ്ങനെ ഇതിപ്പോൾ ആളുകളുടെ മുന്നിൽ അവിടെ കൊണ്ടുപോയി വെക്കും? ഇത്രയും ചെറിയൊരു വഴിപാട് എന്നൊന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട. നമ്മൾ കൊടുക്കുന്നത് എന്തും ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മൾ ഒരുപാട് സ്വർണത്തിൻ്റെ വലിയ പാത്രങ്ങളോ അങ്ങനെയൊന്നും കൊടുക്കണ്ട. നമ്മൾക്ക് ഇല്ലാത്തത് ഭഗവാൻ അറിയാലോ. നമ്മൾ സ്നേഹത്തോടെ ഒരു തുളസിയില, അതാണ് ഏറ്റവും വലിയ വഴിപാട്. അത് സ്നേഹത്തോട് സമർപ്പിക്കും ഭഗവാന്. ഭഗവാൻ അത് 2 കൈ നീട്ടി സ്വീകരിക്കും. കുചേലൻ്റെ കഥയൊക്കെ അറിയാലോ. ഒരു കീറ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന ആ അവില്, നമ്മൾക്കാണെങ്കിലോ അങ്ങനത്തെ തുണിയൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്നൊന്നും നമ്മൾ എടുക്കില്ല. എന്നാൽ ഭഗവാനാകട്ടെ ആ ഇല്ലായ്മയിൽ ആ സ്നേഹത്തോടെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവന്ന അവിലിൽ ഒരു പിടി എടുത്തിട്ട് വായിലേക്ക് ഇടുകയാണ്. ആ സമയത്താണ് കുചാലന് അത്രയ്ക്കും ഇല്ല ഐശ്വര്യം അങ്ങോട്ട് വന്നത്. പിന്നീടും വായിലേക്ക് ഇടാൻ നോക്കിയപ്പോൾ ദേവി പിടിക്കുകയാണ് കൈ പിടിച്ചിട്ടില്ലെങ്കിൽ ദേവി പോലും അവർക്ക് അടിമയായിട്ട് പോവേണ്ടി വരും. അത്രയ്ക്കും ഐശ്വര്യം മൊത്തം അങ്ങോട്ട് പോവും. അതാണ് ഭഗവാനെ നമ്മൾ കൈവിടണ്ട, മുറുകെ പിടിച്ചോളൂ, ഭഗവാൻ കൂടെ ഉണ്ടാവും. ഇനിയുണ്ട് ഗുരുവായൂർ ഒരുപാട് വഴിപാടുകൾ നമ്മൾ അറിയാത്തതായിട്ട്. ഇനിയും അങ്ങനെ ഓരോന്ന് പറയാം കേട്ടോ. ഈ വഴിപാടൊന്ന് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കൂ. എന്തെങ്കിലും ദോഷം, സ്ഥലത്തിന് ദോഷമുണ്ട്, ആ വീട്ടിൽ നിൽക്കാനൊരു സുഖമില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ വീടിൻ്റെ എല്ലാ ദോഷവും ഭഗവാൻ അങ്ങോട്ട് മാറ്റിത്തരും. ഇങ്ങനെ ഒരു വെള്ളിയുടെ വീട് സമർപ്പിച്ചോളൂ.
അങ്ങനെ വലിയ വലിയ ആളുകളാണ് നമുക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റും എന്നുള്ളവർക്കാണോ ആണെങ്കിലോ നമ്മൾക്ക് സ്വർണത്തിൻ്റെ വീട് തന്നെ സമർപ്പിക്കാം. അങ്ങനെ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ഭഗവാന് സമർപ്പിക്കൂ. ഒന്നും ഇല്ലെങ്കിലും ഭഗവാന്റെ അടുത്ത് നമ്മുടെ കാര്യമൊക്കെ ഭഗവാനറിയാലോ. അതുകൊണ്ട് നമ്മൾ ഒട്ടും വിഷമിക്കേണ്ട, ഭഗവാനെ മാത്രം മുറുകെ പിടിച്ചാൽ മതി. രാധാറാണി കൂടെ ഉണ്ടാവും. രാധാറാണിയെ മറക്കരുത്. എപ്പോഴും രാധാറാണിയെ വിളിക്കൂ, കണ്ണനെ വിളിക്കൂ, വിളി കേൾക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.